ജിയോ ക്ലിറ്റസ് കമന്റ് ബോക്സിൽ കുറിക്കുന്നു. വി എസ് ഉണ്ട് എന്നത് ഒരു ധൈര്യമായിരുന്നു. പാർട്ടിക്ക് തെറ്റുപറ്റിയാൽ തിരുത്താൻ ഒരു കാരണവരുണ്ട് എന്ന തോന്നൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജന്മനാട്ടിൽ ഒരുപാട് കാതുമതകം നടന്ന ഇടവഴികളിലൂടെ, നാട്ടിടവഴികളിലൂടെ, മഹാരാജപാതയിലൂടെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിചാരിച്ചതിലും വളരെ വേഗം കുറഞ്ഞ് ഈ വാഹനവ്യൂഹം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എത്രയോ കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും അതുപോലെ അവരെ സംഘടിപ്പിക്കുന്നതിലൊക്കെ വി എസ് സജീവ സാന്നിധ്യമായിരുന്നു. 7 പതിറ്റാണ്ടുകൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഈ മഹാപ്രതിഭയുടെ തിരോധാനം, ഒരുപക്ഷെ ഈ വിയോഗം അവിടുത്തെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, മധ്യവർഗത്തിന് ഒക്കെ തന്നെ താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ഈ യാത്രയ്ക്കൊപ്പം നീങ്ങുന്ന ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ കൂടി ചേരുന്നു. ടോബി, ഇപ്പോൾ വാഹനവ്യൂഹം ഇവിടെ എത്തിയെന്നാണ് അറിയാൻ കഴിയുക. പുറക്കാടെത്തിയോ? SKN തോട്ടപ്പള്ളി കഴിഞ്ഞ് പുറക്കാടേക്ക് എത്തുകയാണ്. പുറക്കാടും വൻ ജനാവലി, അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അദ്ദേഹത്തെ മനസ്സിലേറ്റിയവർ, അദ്ദേഹത്തെ സ്നേഹിച്ചവർ, അത് പുറക്കാട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാടാണ്, വി എസിൻ്റെ നാടാണ്. വി എസ് എന്ന ആ മനുഷ്യനെ, വി എസ് എന്ന ജനകീയ നേതാവാക്കി മാറ്റിയ നാടാണ്. അവിടേക്ക് വി എസ് ഇനി അവസാനമായി കടന്നു വരുമ്പോൾ ഇനിയൊരു വരവ് ഇല്ല എന്ന് ആളുകൾക്കറിയാം, ഇവിടെ കൂടി നിൽക്കുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ സ്നേഹവും കാണിക്കാൻ അവർ രാവിലെ മുതൽ തന്നെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു. തോട്ടപ്പള്ളിയിലും അതിനുശേഷം കരുവാറ്റയിലും എല്ലാം നമ്മൾ ഈ ജനാവലിയെ കണ്ടു. രാവിലെ മുതൽ ആലപ്പുഴ ജില്ലയിലേക്ക് കയറിയപ്പോൾ മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ് ഈ ജനാവലി, വൻ ജനാവലി. ഇന്നലെ തിരുവനന്തപുരത്തും കൊല്ലത്തും കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ ഈ ആലപ്പുഴ ജില്ലയിൽ കാണുന്നു. നേരത്തെ SKN പറഞ്ഞതുപോലെ തന്നെ വി എസിൻ്റെ പോരാട്ടം തുടങ്ങുന്നത് ഈ മണ്ണിൽ നിന്നാണ്. ദിവാൻ ഭരണത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം, ആ പോരാട്ടത്തിന് ശേഷം മറ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ കാൽ ഉറപ്പിച്ച് നിന്ന മണ്ണാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മണ്ണ് വിട്ട് മറ്റൊരിടത്തേക്കും പോകാൻ സാധിക്കില്ല. 2019 അവസാനമായി ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇപ്പോൾ വീണ്ടും തിരിച്ച് ഈ മണ്ണിലേക്ക് എത്തുന്നത് അത് അന്ത്യയാത്രയ്ക്ക് വേണ്ടിയാണ്. ആ വി എസിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജനാവലിയെല്ലാം ഇവിടെ കാത്തു നിൽക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി. അതിൽ പ്രായഭേദമന്യേ നമ്മൾ വന്ന വഴികളിലെല്ലാം കാണാൻ സാധിച്ചത് ആയിരക്കണക്കിന് കുട്ടികൾ, അതുപോലെ തന്നെ മുതിർന്ന ആളുകൾ, പ്രായം ചെന്നവർ, വീട്ടിലിരിക്കാൻ സാധിക്കാത്തവർ, നടക്കാൻ സാധിക്കാത്തവർ, അവരെയൊക്കെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്ന് ആ വാഹനം കടന്നു പോകുന്ന വഴിയരികിൽ അവർ കാത്തുനിന്ന് വി എസിനെ അവസാനമായി ഒരു നോക്ക് കണ്ടവർ, പല സമയത്തും പല ഘട്ടങ്ങളിലും വി എസ് എന്ന വ്യക്തി, അവരുടെ ആശയം, അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ, ഇതെല്ലാം തങ്ങളുടെ ഒരു നേതാവെന്ന നിലയിൽ അവർക്ക് ലഭിച്ചിരുന്നു. ആ സ്നേഹമാണ് ഈ അന്ത്യയാത്രയിൽ അവർ തിരിച്ചു കാണിക്കുന്നത്. ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിന്ന് പുഷ്പങ്ങൾ വാരിയെറിഞ്ഞ് ആ അന്ത്യയാത്രയെ വി എസിന് എല്ലാ സ്നേഹവും, അവരുടെ ഉള്ളിലെ സ്നേഹമെല്ലാം നൽകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ വേലിക്കകത്ത് വീട്ടിലേക്ക്. അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാവുന്ന പോലെ വലിയ ചരിത്രം, വി എസ് എന്ന വ്യക്തിയുടെ ചരിത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നിർണായക ഒരു ഏടായ പ്രദേശങ്ങളാണ്.